ഹലോ ഗായ്സ് ഇപ്പോൾ ഫുൾ കല്യാണ മൂഡല്ലേ അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു കല്യാണം കൂടാൻ ഒരുങ്ങിയാലോ. ആദ്യം തന്നെ ഞാൻ സാരി ആട്ടോ എടുത്തിരിക്കുന്നത്. ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലുള്ള സാരിയും ബ്ലൗസുമാണ് എടുത്തിരിക്കുന്നത്. ഒരു ഓക്കെ ഓക്കെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, വലിയ വൃത്തിയുടെ ഇല്ലെന്നേ ഉള്ളൂ. അങ്ങനെ എന്നാലും ഓക്കെ, അങ്ങനത്തെ രീതിയിൽ അനുഭവ സൈഡിൽ കൂടെ റെഡി ആവുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കല്യാണത്തിന് പോകുന്നത്. സാരി ഞാൻ ഉടുക്കാൻ അത്ര കിടിലോ അല്ലെങ്കിൽ ഒരുവിധം ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ മാല ഇടാന്നാണ് ഗൈസ് ഞാൻ ആദ്യം വിചാരിച്ചത്. എന്നിട്ട് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ എനിക്കത് ഓവറാന്ന് തോന്നി മാറ്റുന്നുണ്ട്. പക്ഷേ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മാറ്റേണ്ടായിരുന്നു എന്ന്. എനിവേ എന്നാലും ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് വെച്ച് ഓവറാന്ന് തോന്നിയിട്ട് പിന്നീടെല്ലാം ലാസ്റ്റിലോട്ട് വരുമ്പോൾ മാറ്റിയിട്ടുണ്ട്. പണ്ട് കുഞ്ഞിലേക്ക് തന്നെ ഒത്തിരിയും പേര് കളിയാക്കിയിട്ടുണ്ട് ഗൈസ് വണ്ണത്തിൻ്റെ പേരിൽ. നിങ്ങൾക്കൊക്കെ അങ്ങനെ ബോഡി ഷേമിങ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എനിക്കൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പിന്നെ മേക്കപ്പിലേക്ക് കടന്നു. കുറച്ച് കുറച്ച് സൺസ്ക്രീൻ, പൗഡർ, നമ്മുടെ കരി, ലിപ്സ്റ്റിക് അത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ഇടാറ്. അത് ആസ് യൂഷ്വൽ അതൊക്കെ തന്നെ വാരി പൊത്തിയത്. പിന്നെ നമ്മൾ കരിയൊക്കെ എടുത്തിട്ടു, പൊട്ടൊക്കെ കുത്തി, ഇതൊക്കെ സെറ്റായി. ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിയാൽ തിരിച്ചെന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണം. പണ്ട് കുഞ്ഞിലെ അതൊന്നും അറിയില്ലല്ലോ. ആൾക്കാരൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തൊരു വിഷമമായിരുന്നു. ഇപ്പം അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ അറിയാമേ. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടോ? കുഞ്ഞിലെ എന്നെ പോലെ കേട്ടിട്ട് ഇപ്പം നല്ല എഴുതാൻ തിരിച്ചു പറയുന്ന ആൾക്കാരൊക്കെയാണോ നിങ്ങൾ? അതിനുശേഷം നമ്മൾ മുടിയൊക്കെ ഒരു വിധം ഒന്ന് ഒപ്പിച്ച് കെട്ടി. അതിനുശേഷം ഇതാണ് കേട്ടോ നമ്മുടെ ജിമിക്ക. എനിക്ക് ജിമിക്ക ഇടാൻ ഭയങ്കര ഇഷ്ടം. ഒരു കുഞ്ഞ് ജിമിക്ക, അതായത് ബ്ലൗസിൻ്റെ കോമ്പിനേഷനിൽ ഒരു കളറിലെ ജിമിക്ക കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് നന്നായിട്ട് ചേരുന്ന എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഞാൻ ഏകദേശം സെറ്റായി. പിന്നെ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് മുടി ഫ്രണ്ടിലോട്ട് ഇടണം എന്നുള്ളത് എൻ്റെ ഒരു രീതിയാണ്. നിങ്ങളാരെങ്കിലും എന്നെപ്പോലെ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടോ? പിന്നെ ഞാൻ മാലയായിട്ട് എൻ്റെ മിന്നുമാല തന്നെ എടുത്തിട്ടു ഗൈസ്. എന്നിട്ടൊരു പൊടിക്കൊരു ഇച്ചിരി മുടി ഫ്രണ്ടിലോട്ട് കൂടി ഇട്ട് നല്ലോണം അങ്ങ് സെറ്റായി. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു സിന്ദൂരവും കൂടെ ഇട്ടൊക്കെ കുറയ്ക്കണ്ട, ഒരാവേശം ആയിക്കോട്ടെ. ഒരു മുല്ലപ്പൂ കൂടെ ഉണ്ടായിരുന്നു സെറ്റായതിനല്ലേ ഗൈസ്. അതിനൊരു കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, കുറച്ച് ലോങ് ഹെയറും കൂടെ നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് കംപ്ലീറ്റ്ലി സെറ്റായി. പിന്നെ ഞാൻ മൊത്തത്തിൽ എന്നെ തന്നെ നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് വിഷയമില്ലല്ലോ. പിന്നെ എനിക്കൊരു സിന്ദൂരല്ലോ, ചന്ദനം. അങ്ങനെ എൻ്റെ കൈ ചെറിയൊരു ചന്ദനത്തിൻ്റെ ഇതുണ്ടായിരുന്നു. അങ്ങനെ ചന്ദനം കൂടെ ചലിച്ച് ഞാൻ ചന്ദനം കൂടി ഇട്ട് ഗൈസ് എന്തായാലും അങ്ങ് വൈബ് പിടിച്ച് പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുൾ സെറ്റായി. സാരിയും മുടിയും ചന്ദനവും പൊട്ടും എല്ലാം കൂടെ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ കല്യാണം കൂടാനായിട്ട് എത്തി. അവിടെ നല്ല കിടിലൻ സദ്യയായിരുന്നു കഴിച്ച് നല്ലോണം എൻജോയ് ചെയ്ത് നല്ലൊരു അടിപൊളി സദ്യ കഴിച്ചു ഗൈസ്. ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.